നമ്മുടെ ഈ കൊച്ചുകേരളത്തിലെ വയനാട്ടിൽ ജനിച്ചവൻ നല്ല ശമ്പളമുള്ള ജോലി രാജിവെച്ച് സിനിമയാണ് തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോൾ മലയാളികൾക്ക് ലഭിച്ചതോ മോളിവുഡിലെ ഏറ്റവും മികച്ച ഫാമിലി സ്റ്റാറുകളിൽ ഒരാളെയായിരുന്നു. ഒരു മികച്ച സംവിധായകനെയായിരുന്നു. തന്റെ ട്രേഡ്മാർക്ക് ചിരിയുമായവൻ ജനഹൃദയങ്ങളെ കോരിത്തിരിപ്പിച്ചു, പൊട്ടിച്ചിരിപ്പിച്ചു, അവരിലേക്ക് ആഴ്ന്നിറങ്ങി. തന്റെ വല്യപ്പൻ ആദ്യകാല നാടക നടനായിരുന്നെന്നുള്ളത് മാത്രം കലാപാരമ്പര്യമായുള്ളവൻ ഷോർട്ട് ഫിലിമുകളിലൂടെയായിരുന്നു തന്റെ കരിയർ ആരംഭിച്ചത്. തന്നെ സിനിമയെത്താണെന്ന് പഠിപ്പിച്ച വിനീത് ശ്രീനിവാസനെ വെച്ച് തന്നെ ആദ്യപടമെടുത്ത് 100 ദിവസം തിയേറ്ററിൽ ഓടിച്ചവൻ. ചിത്രത്തിന്റെ പേര് കുഞ്ഞിരാമായണം. തന്റെ കരിയറിൽ അവൻ ആകെ സംവിധാനം ചെയ്തത് 3 സിനിമകൾ മാത്രം. 3 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ. നെറ്റ്ഫ്ലിക്സിനെ പോലും ഞെട്ടിക്കാൻ മിന്നൽ മുരളിയിലൂടെയവനായി. നായകന്റെ കൂട്ടുകാരനായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടവൻ നായകനായി തിയേറ്ററിൽ ആളെ കൂട്ടി. അമാനുഷികനല്ലാത്ത പ്രേക്ഷകരിലെ ഒരു നായകനായി അവൻ മാറി. ഇന്നവന്റെ മുന്നിൽ സംവിധായകരുടെ ക്യൂവാണ് സിനിമ ചെയ്യാൻ. അത്രത്തോളം വളർന്നത്. സാധാരണക്കാരന്റെ സംസാര രീതി കൊണ്ട് ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ അവനാണ് ബേസിൽ ജോസഫ്.